എവരിവൺ, ഇത് നമ്മുടെ +2 പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററും ക്വസ്റ്റ്യൻസിലൂടെ കവർ ചെയ്ത് പോവുക. നമ്മൾ തിയറി ആയിട്ട് എടുക്കുകയല്ല, പകരം ക്വസ്റ്റ്യൻസ് അത് എല്ലാ പാർട്ടും കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് ഓരോ ചാപ്റ്ററും കവർ ചെയ്ത് പോകലാണ്. ഇനി നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചതാണെങ്കിലും മനസ്സിലായിട്ടില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കണ്ട് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കവർ ചെയ്യും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും. തിയറി എന്തായാലും നിങ്ങൾ സ്കൂളിൽ നിന്നായാലും പുറത്തുനിന്നായാലൊക്കെ കേൾക്കും. അങ്ങനെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററാണ്. ആ ബയോമോളിക്യൂൾസിൽ അതിലൊരു 10 ക്വസ്റ്റ്യൻ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു നോട്ട്ബുക്ക് എടുക്കാം. ഇനി ടൈമില്ലെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് സ്ക്രീൻഷോട്ടെങ്കിലും എടുക്കാം. സ്ക്രീനിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇനി അഥവാ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കൈയക്ഷരത്തിൽ തന്നെ അതിലേക്ക് എഴുതി വയ്ക്കുക. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇനി എക്സാമിനൊന്നും ഈ ചാപ്റ്റർ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ വീഡിയോസ് കണ്ടാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. മാത്രമല്ല ഈ ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനും പറ്റും. അപ്പോൾ ഒന്നും അറിയില്ല വിചാരിച്ചിട്ട് ആരും ഇത് കാണാതിരിക്കേണ്ട. അപ്പോൾ നമുക്ക് പതിയെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞു, ബയോമോളിക്യൂൾസ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, എന്താണ്, വാട്ട് ആർ ബയോമോളിക്യൂൾസ്, എന്താണ് ബയോമോളിക്യൂൾസ്. അതേപോലെ തന്നെ അതിന് എക്സാമ്പിളും നൽകാൻ വേണ്ടിയിട്ടാണ്, ഗീവ് എക്സാമ്പിൾസ്. നമുക്ക് നോക്കിയാലോ. ബയോമോളിക്യൂൾസ് ആർ ദ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സിമ്പിളാണോ, നമ്മുടെ ഈഥെയ്ന്, മീഥെയ്ന് ഇവയൊക്കെ സിമ്പിളാണ്. CH4, അതേപോലെ തന്നെ ഈഥെയ്ന്, മീഥെയ്ന്, പ്രൊപ്പൈന്, ഇതൊക്കെ എന്താണ്, സിമ്പിൾ. ഇതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാർബണും ഹൈഡ്രജനും ഉള്ളതാണ്. അങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷേ ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. വിച്ച് ബിൽഡപ്പ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസംസിൻ്റെ നിർമ്മാണ പ്രക്രിയയിലേക്കും അതെന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നുണ്ട്. ആൻഡ് ആർ റിക്വേർഡ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഗ്രോത്തിനായാലും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയാലും ഈ ബയോമോളിക്യൂൾസിന് ഒരു മുഖ്യ പങ്കുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ന്യൂക്ലിക് ആസിഡ്സ് അറിയാം. അതായത് ആരൊക്കെയാണ്, DNA, RNA ഇവയൊക്കെ അല്ലേ, ഇവരൊക്കെ ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അതുപോലെ വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഇതൊക്കെ ഇതിൻ്റെ എന്താണ്, ബയോമോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതൊക്കെ നമ്മുടെ ഒരു ഓർഗാനിസത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞത്. അവ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം നമ്മുടെ നിർമ്മാണ പ്രക്രിയയിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ് ആര്, ബയോമോളിക്യൂൾസ്. അപ്പോൾ ബയോമോളിക്യൂൾസിൻ്റെ ഡെഫിനിഷൻ പഠിച്ച് തന്നെ ഈ ചാപ്റ്റർ പഠിക്കാൻ നോക്കാം. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഈ ചാപ്റ്ററിലേക്ക് കടന്നു വരിക. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആര്, കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ പറഞ്ഞത് ആരാണ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്സ്, വൈറ്റമിൻസ്. അപ്പോൾ ആരാണ് കാർബോഹൈഡ്രേറ്റ്സ്, വാട്ട് ആർ കാർബോഹൈഡ്രേറ്റ്സ്, അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയൽ ആരാണ്, നമുക്ക് ഈ ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്ത്, കാർബണിൻ്റെ, അതായത് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ, അത് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആരെയാണ് നമ്മൾ ഓർക്കേണ്ടത്, H2O, വാട്ടറാണ്. അപ്പോൾ കാർബണിൻ്റെ ഹൈഡ്രേറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നുണ്ടാവും, അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. അപ്പോൾ എന്തായിരിക്കും, സി കാർബണും ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവും, H2O ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു എത്ര നമ്പറും വരാം. അതുകൊണ്ടാണ് ഇവിടെ എക്സും ഇവിടെ വൈയും അങ്ങനെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ ആവാം, പക്ഷേ അത് എല്ലായ്പ്പോഴും കറക്റ്റ് ആവുമോ, അതിനുള്ള എക്സെപ്ഷനാണ് റാംനോസ്. അതിൻ്റെ കണ്ടില്ലേ, C6H12O5. ഈ റാംനോ ഹെക്സോസും അതിനെന്താണ്, അതിൻ്റെ എക്സെപ്ഷനാണ്. അതിന് കാരണം എന്താ അറിയോ, ഈ റാംനോ ഹെക്സോക്സും ആക്ച്വലി കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പക്ഷേ ഈ ഫോർമുല ഒബേ ചെയ്യുന്നില്ല.
ബട്ട് ഓൾ കോമ്പൗണ്ട്സ് വിച്ച് ഒബേ ദിസ് ഫോർമുല ആർ നോട്ട് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പം ഈ റാംനോ ഹെക്സോസും എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു ഫോർമുല ഇല്ലേ ഇതനുസരിക്കണില്ല. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾ ഇതിലിട്ട് കൊടുത്താൽ തന്നെ ഈ ഫോർമുല എന്ത് ചെയ്യുന്ന ഒബേ ചെയ്യുന്നില്ല. പക്ഷേ ഇവ എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഇതൊരു എക്സെപ്ഷനാണ്. അതേപോലെ ഈ ഒരു CxH2O(Y) ഇത് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയവ എന്തായിരിക്കണം, കാർബോഹൈഡ്രേറ്റ് ആവണമെന്നില്ല. അതിനൊരു എക്സെപ്ഷൻ വേണ്ടേ. ബട്ട് ഓൾ കോമ്പൗണ്ട്സ് വിച്ച് ഒബേ ദിസ് ഫോർമുല ആർ നോട്ട് കാർബോഹൈഡ്രേറ്റ്. ഈ ഫോർമുല ഒബേ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് അത് കാർബോഹൈഡ്രേറ്റ് ആവണമെന്നില്ല. അതിനൊരു എക്സെപ്ഷനാണ് ആര്, അസറ്റിക് ആസിഡ്. C2H4O2 ഇത് ഈ ഫോർമുല ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്തല്ല, ഒരു കാർബോഹൈഡ്രേറ്റ് ആണോ അസറ്റിക് ആസിഡ്? അല്ല. അപ്പം റാംനോ ഹെക്സോസ് ഒക്കെ ആരാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ ഈ ഫോർമുല ഒട്ട് ഒബേ ചെയ്യണമില്ല. എന്നാൽ ഈ ഫോർമുല ഒബേ ചെയ്യുന്ന അസറ്റിക് ആസിഡ് ഒട്ട് കാർബോഹൈഡ്രേറ്റും അല്ല. അപ്പം നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡെഫിനിഷൻ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് മാത്രം പറയാൻ പറ്റുമോ? ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ഉണ്ട്. അതാണ് റാംനോ ഹെക്സോസും. അപ്പം നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എല്ലാം ഈ ഫോർമുല ഒബേ ചെയ്യുന്ന എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാം എന്ന് പറയണം. അല്ല, കാരണം എക്സെപ്ഷൻ ആയിട്ടുള്ള ഇത് അറിയണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും മനസ്സിലാക്കണം. നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇന്ന് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ടായാലും നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ റാംനോ ഹെക്സോസും എന്തല്ല, ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ എന്തല്ല, ഈ ഫോർമുല ഒബേ ചെയ്യണില്ല. പക്ഷേ ഈ ഫോർമുല ഒബേ ചെയ്യുന്ന ഒരാളുണ്ട്, അസറ്റിക് ആസിഡ്. പക്ഷേ അതൊട്ടും എന്തല്ല, കാർബോഹൈഡ്രേറ്റും അല്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേറൊരു ഡെഫിനിഷൻ കൊടുത്താലോ? അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്താ അറിയോ? അതിന് നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റിയൊരു ഡെഫിനിഷനാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, കാർബോഹൈഡ്രേറ്റ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്. പോളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട്. ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താ, OH ഗ്രൂപ്പ്. ഒരുപാട് OH ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് ആവാം, നമ്മുടെ ഗ്ലൂക്കോസൊക്കെ പോലെ. അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോണ്, അല്ലെങ്കിൽ ഒരുപാട് OH ഗ്രൂപ്പുള്ള കീറ്റോൺ ആവാം. അല്ലെങ്കിൽ എന്താണ്, ഓർ കോമ്പൗണ്ട്സ് വിച്ച് ഗീവ് ദിസ് ഓൺ ഹൈഡ്രോളിസിസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോണോ തരുന്നവ ആവാം. അവരാണ് എന്തെന്ന് പറഞ്ഞത്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞത്. പിന്നെ അതെന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കണം. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോൾ 4 ഗ്രൂപ്പും ഇപ്പോൾ സീന് ചുറ്റും 6 ഡാഷ് 6 ഡബിൾ ഡാഷ് 6 ട്രിപ്പിൾ ഡാഷ് ഇങ്ങനെ 4. ഇത് എന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കാർബൺ അല്ലേ. അങ്ങനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പോളിഹൈഡ്രോക്സി ഒരുപാട് OH ഉള്ള ആൽഡിഹൈഡോ ഒരുപാട് OH ഉള്ള കീറ്റോണോ ആവാം. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഹൗ വിൽ യു ക്ലാസിഫൈ? മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ഹൗ വിൽ യു ക്ലാസിഫൈ കാർബോഹൈഡ്രേറ്റ്സ്? നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഡിപ്പെൻഡിങ് ഓൺ ദ ബിഹേവിയർ ടുവേർഡ്സ് ഹൈഡ്രോളിസിസ്. അതിൻ്റെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ചോദിച്ചാലും എന്തൊക്കെ എഴുതിയൊക്കെ നമുക്ക് 3 മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ആരൊക്കെയാണ്? മോണോസാക്കറൈഡ്സ്, രണ്ടാമത്തെ ഒലിഗോസാക്കറൈഡ്സ്, മൂന്നാമത്തെ ആരാണ്? പോളിസാക്കറൈഡ്സ്. അപ്പോൾ ഇത് എന്തായിരിക്കും? മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഇതൊരു കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ദിസ് കാർബോഹൈഡ്രേറ്റ് കനോട്ട് ബി ഹൈഡ്രോലൈസ്ഡ് ഇൻ ടു സിംപ്ലർ അല്ലെങ്കിൽ സ്മോളർ മോളിക്യൂൾസ്. ഈ മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെറുതാണ്, അതിനെ വീണ്ടും ആരാക്കാൻ പറ്റില്ല, ചെറുതാക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സാമ്പിൾ അറിയണ്ടേ, എന്തൊക്കെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഇതൊക്കെ ഇവിടെ എക്സാമ്പിൾ വരുന്നതാട്ടോ, കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾ. അപ്പോൾ മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഹൈഡ്രോളിസിസ് ചെയ്താൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ളതിനെയാണ് മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആരാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇതെന്താണ്? C6. ഇതിങ്ങനെ ടൈപ്പിങ്ങിൽ ഇങ്ങനെ വരണുള്ളൂ. പക്ഷെ നിങ്ങൾ എഴുതേണ്ട എന്താണ്? C6H12O6. ഇത് നിങ്ങൾ ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ളതാണിത്, ഗ്ലൂക്കോസിൻ്റെ ഒക്കെ ഫോർമുല.
അതേപോലെ തന്നെ ഫ്രക്ടോസും അതന്നെ C6H12O6. ഇത് എന്തിന് എക്സാമ്പിളാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അത് ഏത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്? മോണോസാക്കറൈഡ്സ്. പിന്നെ രണ്ടാമത്തേതാണ് ഒലിഗോസാക്കറൈഡ്സ്. ഒലിഗോസാക്കറൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദിസ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് അപ്പോൺ ഹൈഡ്രോളിസിസ് ഗീവ് 2 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ്. 2 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ് നൽകാൻ പറ്റും എന്ത് ചെയ്താൽ? ഹൈഡ്രോളൈസ് ചെയ്താൽ. അങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് സൂക്രോസ്. 2 to 10 തന്നെ തരണമെന്നില്ല, 2 തരാം 3 തരാം, അങ്ങനെ 2 to ആണ് കേട്ടോ. 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് തരാം. അപ്പോൾ ആരൊക്കെയാണ് ഇത്? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്, ഡൈസാക്കറൈഡ്സും ഒക്കെ എന്താണ്? ഒലിഗോസാക്കറൈഡ്സിന് എന്താ ചെയ്യുക? എക്സാമ്പിൾസ് ആണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ പോളിസാക്കറൈഡ്സ്. അപ്പോൾ അതെന്തായിരിക്കും? ഒരുപാട് തരും, 1000 ആയിരക്കണക്കിന് തരും. ദിസ് ആർ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. ലാർജ് നമ്പർ തരുന്നത് ആരായിരിക്കും? ലാർജ് എന്ന് പറഞ്ഞാൽ പോളി എന്ന് പറഞ്ഞാൽ തന്നെ ലാർജ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആയിരിക്കും തരിക. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ചെറുതാക്കാനേ പറ്റൂല. ഇനി ഒലിഗോ ആണെങ്കിൽ 2 to 10 വരെ നൽകും ചെറുതാക്കുമ്പോൾ, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ. പോളിസാക്കറൈഡ്സ് ആണെങ്കിൽ 2, 3 ഒക്കെയാണ് തരിക. അല്ല, 1000, 2000, 10000 ഇങ്ങനെയുള്ള യൂണിറ്റ്സ് ഒക്കെ തരും. അതിന് എക്സാമ്പിളാണ് പോളിസാക്കറൈഡ്സിന് എക്സാമ്പിളാണ് ആര്? സ്റ്റാർച്ച്, സെല്ലുലോസ്. അതൊക്കെ ഭയങ്കര വലിയ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ലാർജ് മോളിക്യൂളാണ്. ഇപ്പോൾ സ്റ്റാർച്ച്, സെല്ലുലോസ് ഇതൊക്കെ എന്താണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് എന്താണ് റെഡ്യൂസിങ് ഷുഗർ, നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്കൂളിൽ നിന്നാണെങ്കിലും ഒന്ന് ജസ്റ്റ് ക്ലാസ് കേട്ടെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ മതി, ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. ഇനി ആദ്യമായിട്ട് പഠിക്കുന്നവർ ഇതൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്ന പോലെയല്ല. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചാപ്റ്റർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതിലൂടെ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വാട്ട് ആർ റെഡ്യൂസിങ് ഷുഗർ ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ? റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു റിയേജൻറ്റ് തന്നാൽ ഒരു റിയേജൻറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അനുസരിച്ചിട്ടാണ് ഈ റെഡ്യൂസിങ് ഷുഗർ ആണോ നോൺ റെഡ്യൂസിങ് ഷുഗർ ആണോ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ റെഡ്യൂസിങ് ഷുഗർ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് റെഡ്യൂസ് ടോളറൻസ് റിയേജൻറ്റ് ആൻഡ് ഫില്ലിംഗ് സൊല്യൂഷൻ. കാർബോഹൈഡ്രേറ്റ്സിന് ഈ ടോളറൻസ് റിയേജൻറ്റിനും ഫില്ലിംഗ് സൊല്യൂഷൻ അതൊക്കെ ഒരു റിയേജൻ്റ് ആട്ടോ. ടോളറൻസ് റിയേജൻറ്റ് നമ്മൾ സിൽവർ മിററൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ സിൽവർ മിറർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് ഏതാണ്? റിയേജൻറ്റ് എന്ന് പറയുമ്പോൾ സൊല്യൂഷൻസ് ഒക്കെ അല്ലേ? അതെ, ഫില്ലിംഗ് സൊല്യൂഷന്. അപ്പോൾ ടോളറൻസ് റിയേജൻറ്റും ഫില്ലിംഗ് സൊല്യൂഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. അതായത് ഓൾ മോണോസാക്കറൈഡ്സ് നമ്മൾ പറഞ്ഞു, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതും മാൾട്ടോസ്, ലാക്ടോസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിൾ. എന്നാൽ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്, പക്ഷേ അവർക്ക് എന്ത് ചെയ്യുക? കനോട്ട് റെഡ്യൂസ് ടോളറൻസ് റിയേജൻറ്റ് ആൻഡ് ഫില്ലിംഗ് സൊല്യൂഷൻ. അതിനൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ടോളറൻസ് ആണെങ്കിൽ അതിനെ AG+ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാവുന്ന റിഡക്ഷന് AG ആക്കാൻ പറ്റും. അങ്ങനെ ആക്കാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെയാണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റിയാക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. അതേപോലെ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അതിന് എക്സാമ്പിളാണ് സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇപ്പം 4 ക്വസ്റ്റ്യൻ ആയില്ലേ? ഇനി അടുത്തത് 5. ഗ്ലൂക്കോസ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടെക്സ്റ്റത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ടെന്ന്. അല്ലാതെ ജസ്റ്റ് എവിടെയെങ്കിലും ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞിട്ടല്ല പോകുന്നത്. നമ്മൾ ടെക്സ്റ്റിൽ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ട് തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ക്ലാസ് കണ്ടിട്ട് ഞങ്ങൾ പോലും ഈ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാപ്റ്റർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ഗ്ലൂക്കോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഹൗ ഗ്ലൂക്കോസ് ഈസ് പ്രിപ്പയർഡ്? നമ്മുടെ സുക്രോസ് ഈസ് ബോയിൽഡ് വിത്ത് ഡയല്യൂട്ട് ആസിഡ് വെച്ചിട്ട്. ഈ ഡയല്യൂട്ട് ആസിഡിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ H+ എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ ആസിഡ് വെച്ചിട്ട് സുക്രോസ് എന്ത് ചെയ്യുക? ബോയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സുക്രോസിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്, വാട്ടർ കൊണ്ട്. അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഇവിടെ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ, ഇതിൽ കൊടുത്തിട്ടില്ല. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് രണ്ടിനും ഒരേ ഫോർമുല ആയതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സൂക്രോസിൻ്റെ ഫോർമുല C12H22O11.
ഇപ്പോൾ ഇങ്ങനത്തെ ഫോർമുലാസൊക്കെ നിങ്ങളൊന്ന് എഴുതി പഠിക്കണം. കാരണം എന്തായാലും മാറിപ്പോവും. നിങ്ങൾ കുറേ ഈ C6H12O6 നിങ്ങൾ പണ്ട് മുതലേ കേട്ട് പരിചയമുണ്ടാവും. പക്ഷേ സൂക്രോസിൻ്റെ ഒന്നും അങ്ങനെ കേട്ട് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, മാറിപ്പോവും. ആ സൂക്രോസിന് പിന്നെ H2O, പിന്നെ എന്തിൻ്റെ ബോയിൽ ചെയ്യുന്നത്, വയലറ്റ് ഡയലൂട്ട് ആസിഡ്സ്. അപ്പോൾ ബോയിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഹീറ്റിങ്ങിൻ്റെ ഇതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ആര് കിട്ടും, നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടി. ഇനി അഥവാ സ്റ്റാർച്ച് നമ്മൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർച്ച് ആരാണ്, പോളിസാക്കറൈഡാണ്, വലിയ യൂണിറ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിൽ ഒതുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇതിൽ C12H22O11 ഒതുക്കിയിരിക്കണം. ഇതിൽ ഒതുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് N യൂണിറ്റ്. C6H10O5 അത് N ടൈംസ്. അതായത് ഒരുപാട് ബ്രാഞ്ചാണ്, ഒരുപാട് വലിയ ചെയിനാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അതിന് ഇതേപോലെ വെൻ സ്റ്റാർച്ച് ഈസ് ബോയിൽഡ് വിത്ത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 393 Kelvin അണ്ടർ പ്രഷർ ഗ്ലൂക്കോസ് ഈസ് ഫോംഡ്. ഇനി അഥവാ നിങ്ങൾക്ക് 2-3 ബാർ പ്രഷറൊക്കെ കിട്ടാം. 393 Kelvin 2-3 ബാർ പ്രഷർ, 2-3 ബാർ പ്രഷർ. ആ പ്രഷറും ടെമ്പറേച്ചറൊന്നും കാണാൻ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, സ്റ്റാർച്ചിനെ ബോയിൽ ചെയ്താൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ബോയിൽഡ് വിത്ത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ബോയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഹീറ്റിങ്ങിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. പിന്നെ ആരാണ് നമ്മുടെ H+. അപ്പോൾ ഇവിടെ N എടുത്തുകൊണ്ട് NH2O വെച്ചിട്ട് അപ്പോൾ നമുക്ക് എന്നെ കിട്ടും. ആര്, ഗ്ലൂക്കോസ് എന്നെ കിട്ടും. അപ്പം അങ്ങനെ ഈ രണ്ട് മെത്തേഡും എന്ത് ചെയ്യാം, ഗ്ലൂക്കോസിനെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യന് നമ്മളോട് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലൂക്കോസിനെ വരക്കാൻ ആദ്യം അറിഞ്ഞിരിക്കണം. ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5, 6. ഈ ലാസ്റ്റ് നിൽക്കണ ആരാന്നറിയാം. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മനസ്സിലായോ എന്നറിയില്ല. ഇത് C=OH ആണ്. അതായത് നമ്മുടെ ആൽഡിഹൈഡാണ്. CHO ഇല്ലേ. ഇനി ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യുക, ഇങ്ങനെ 6 കാർബൺ വരയ്ക്കുക. ഇത് ഞാൻ ഒരു പെന്നെടുത്തിട്ട് വരയ്ക്കാം. ഓക്കെ, 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6 എടുത്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ്? ആൽഡിഹൈഡാണ്, CHO ആണ്. പിന്നെ ഇതെന്താണ്? പ്രൈമറി ആൽക്കഹോളാണ്, CH2OH ആണ്. ഇതിങ്ങനെ വരയ്ക്കുക. പിന്നെ ഫസ്റ്റത്തേൽ H ഇവിടെ, OH റൈറ്റ് സൈഡിൽ, പിന്നെ നേരെ തിരിച്ചിട്ട് OH H, പിന്നെ അടിയിലുള്ളതൊക്കെ എന്താണ്? ഈ ഫസ്റ്റത്തെ പോലെ തന്നെ HOH ഇത് ഞാൻ മായ്ക്കുക, കാരണം ഇവിടെ ഞാൻ വരച്ച കോളാവും. പക്ഷേ ഇങ്ങനെ വരയ്ക്കാൻ നിൽക്കും. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്ലൂക്കോസിൻ്റെ ഈ സ്ട്രക്ചർ ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഈ ഇതെന്താണ്? ഇത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ എന്ത് ചെയ്യണം, വരച്ച് വയ്ക്കുക. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ ഫോർമുല, പിന്നെ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ചോദിച്ചാൽ എഴുതി കൂടെ. ഗ്ലൂക്കോസ് ഹാസ് മോളിക്കുലാർ ഫോർമുല എന്ത്? C6H12O6. നമുക്കറിയാം ഈ ഫോർമുല ആരതാണ്? ഗ്ലൂക്കോസിൻ്റെ ആണ്. പിന്നെ നമ്മൾ ഈ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രക്ചർ എങ്ങനെ വന്നു, അല്ലെങ്കിൽ നമ്മളോട് ഗ്ലൂക്കോസിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞു 6 കാർബൺ ഉണ്ട്, എന്താ തെളിവ്? അതേപോലെ തന്നെ ഇവിടെ ആൽഡിഹൈഡാണ്, വൈ നോട്ട് കീറ്റോൺ ആയിക്കൂടെ? നമ്മൾക്ക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് പറയണം. ഇവിടെ ആൽഡിഹൈഡാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രൈമറി ആൽക്കഹോളാണ്. പിന്നെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 OH ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ള സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തണ്ടേ? അപ്പോൾ ആ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എന്താ ഈ സ്ട്രക്ചർ കിട്ടണം. അപ്പോൾ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഗ്ലൂക്കോസ് ഹാസ് മോളിക്കുലാർ ഫോർമുല. എന്താണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല? C6, ഇങ്ങനെ എഴുതണം കേട്ടോ, C6H12O6. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് ഹൈഡ്രജൻ അയഡൈഡ്, നമ്മൾ HI വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് നല്ലോണം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് N-ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ 6 കാർബണുള്ള ഹെക്സൈന്. N-ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെ 6 കാർബൺ. അതിപ്പോൾ ഞാൻ വരച്ച എത്ര ഒന്നും ഉണ്ടാവും, അത് വേണ്ട.
ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് ഹൈഡ്രജൻ അയഡൈഡ്. ആരാണ് ഹൈഡ്രജൻ അയഡൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ ഇറ്റ് ഫോംസ് എൻ ഹെക്സൈഡ്. ആ എൻ ഹെക്സൈഡ് വന്നുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് 6 കാർബൺ ആറ്റംസ്. പ്രസൻസ് ഓഫ് 6 കാർബൺ ആറ്റംസ് ലിങ്ക്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ചെയിനാണെന്ന് മനസ്സിലായി. എൻ ഹെക്സൈന് ഫോം ചെയ്തുകൊണ്ട് വേറെ വല്ല ഹെപ്റ്റൈൻ ഒക്ടൈനാണോ ഫോം ചെയ്തത്? ഹെക്സൈനാണ് ഫോം ചെയ്തത്. അപ്പോൾ ആരുണ്ട് മനസ്സിലാക്കി? ഇതിൽ 6 കാർബൺ പ്രസൻ്റ് ആണെന്ന് മനസ്സിലായി. അതും എന്താണ്? ആറ്റംസ് ലിങ്ക്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ചെയിനാണ്, അത് സ്ട്രെയിറ്റ് മാനറിലാണെന്ന് മനസ്സിലായി. പിന്നെ അപ്പോൾ 6 കാർബണിനുള്ള തെളിവ് നമുക്ക് ഈ സ്ട്രക്ചർ ഇതിലൂടെ മനസ്സിലായി. പിന്നെ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമൈൻ ടു ഫോം ഗ്ലൂക്കോസ് ഓക്സൈഡ്. അപ്പോൾ ഈ റിയേജൻറ്റ് ഇതിൻ്റെയൊക്കെ പേരൊന്ന് നിങ്ങൾ കെമിക്കൽസിൻ്റെ ഒക്കെ പേരൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൻ്റെ എങ്ങനെ റിയാക്ഷൻ നടന്നു, എങ്ങനെ ഓക്സൈമായി, ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അപ്പോൾ എന്താണ്? ഹൈഡ്രോക്സിലമൈനുമായിട്ട് ഗ്ലൂക്കോസ് റിയാക്ട് ചെയ്താൽ ഓക്സൈം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് റിയാക്ട് ഹൈഡ്രജൻ സയനൈഡ് ആണെങ്കിൽ, അതായത് നമ്മൾ HCN ഇല്ലേ, അത് വെച്ചിട്ടാണെങ്കിൽ ഇതുണ്ട് സയാനോ ഹൈഡ്രേനും ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? അതിലൊരു C ഡബിൾ ബോണ്ട് പോവും. അതായത് ദീസ് റിയാക്ഷൻസ് കൺഫേം ദ പ്രസൻസ് ഓഫ് കാർബോണിയൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഈ റിയാക്ഷൻസ് നടന്നത്. അല്ലെങ്കിൽ ഈ റിയാക്ഷൻസ് നടക്കില്ല. അപ്പോൾ ഇവിടെ ആരുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തത്? ഹൈഡ്രോക്സിലമൈനും അതേപോലെ തന്നെ എന്നിട്ട് ഫോം ചെയ്ത ആരാണ്? ഹൈഡ്രോക്സിലമൈൻ ഓക്സൈം ഉണ്ടായി. അതേപോലെ തന്നെ ഹൈഡ്രജൻ സയനൈഡിൽ നിന്ന് സയാനോ ഹൈഡ്രനും ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആരുണ്ടായതുകൊണ്ടാണ്? കാർബോണിയൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ടാണ്. അതായത് C ഡബിൾ ബോണ്ട് O ഇല്ല. അപ്പോൾ ഇത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി C ഡബിൾ ബോണ്ട് O ഉണ്ട്, പക്ഷെ അത് കീറ്റോൺ ആണോ അതോ ആൽഡിഹൈഡ് ആണോ എന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ ടു ഗ്ലൂക്കോണിക് ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ലൈക്ക് ബ്രോമിൻ വാട്ടർ. ദിസ് ഇൻഡിക്കേറ്റ് ദ കാർബോണിയൽ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒക്കെ നമ്മുടെ ഈ സ്ട്രക്ചർ കണ്ടില്ലേ? ഈ ആൽഡിഹൈഡിനെ നമുക്ക് എന്ത് ചെയ്യുക? ഓക്സിഡൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്സിഡൈസ് ചെയ്തിട്ട് COH ആക്കുക. ഇവിടെ COH ആയ എന്ത് ചെയ്യുക? അതൊരു ആസിഡായില്ല, ആൽഡിഹൈഡ് പോയിട്ട് ആസിഡായി മാറി. അതാണ് ഗ്ലൂക്കോണിക് ആസിഡ്. അപ്പോൾ ഈ ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട് ആരുടെ പ്രസൻസിൽ? നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണോ എടുത്തത്? വെറും മൈൽഡായിട്ടുള്ള ബ്രോമിൻ വാട്ടറാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് എന്തിനാ ഓക്സിഡേഷൻ സംഭവിച്ചു, എന്നിട്ട് അതായത് ഈ ഗ്ലൂക്കോണിക് ആസിഡായി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാണ് ഇത്? ആൽഡിഹൈഡാണ് അതിലുള്ളതെന്ന് മനസ്സിലാവുക. കാരണം ബ്രോമിൻ വാട്ടറാണ് എടുത്തത്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള എടുത്തോ. ഇനി സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? ഇവിടെ ഓക്സിഡേഷൻ നടന്നു, മൈൽഡായിട്ടുള്ള എടുത്ത്, അപ്പോൾ COH ആയി. ഇനി ഇവിടെ നമുക്ക് COH ആക്കാം. അത് സ്ട്രോങ് ആയിട്ടുള്ള എടുത്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ അടുത്തത് നോക്കി, ഓൺ ഓക്സിഡേഷൻ വിത്ത് നൈട്രിക് ആസിഡ് ആരാണ്? നമ്മുടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ബോത്ത് ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോണിക് ആസിഡ് ഫോം സാക്കറിക് ആസിഡ്. ദിസ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഇൻ ഗ്ലൂക്കോസ്. അപ്പോൾ ഈ പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പില്ലേ ഓക്സിഡൈസ് ചെയ്യൽ നമ്മുടെ എന്താണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റായ നൈട്രിക് ആസിഡൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അവിടെ നിന്ന് സാക്കറിക് ആസിഡ് ഉണ്ടായി. രണ്ട് ഭാഗത്തും COH വരും. ഇവിടെ പോയിട്ട് COH വരും, അതേപോലെ തന്നെ ഇവിടെ COH വരും. അപ്പോൾ ഇതാണ് സാക്കറിക് ആസിഡ്. അപ്പോൾ അത് ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രസൻസ് ഓഫ് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട് ഗ്ലൂക്കോസിൽ എന്ന് മനസ്സിലാക്കാം. പിന്നെ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് അസറ്റിക് അൻഹൈഡ്രൈഡ്, അതായത് ആ OH ഒക്കെ പോയിട്ട് OCOCH3 ആയി മാറും. അസറ്റിക് അൻഹൈഡ്രൈഡ് ഗിവ് ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് ഉണ്ടാവും. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് 5 OH ഇൻ ഗ്ലൂക്കോസ്. അത് ഈ OHനൊക്കെ മാറ്റിയിട്ട് OCOCH3 പെൻറ്റാ അസറ്റേറ്റ് ഉണ്ടാവും. അസറ്റേറ്റായി മാറി OH ഒക്കെ പോയിട്ട്. അപ്പോൾ 5 എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ 5 OH ഉണ്ട് നമ്മൾ നേരത്തെ എണ്ണി, അതുകൊണ്ട് തന്നെ പെൻറ്റാ അസറ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 5 OH ഉണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ നമ്മളോട് പറഞ്ഞ എന്താണ്? ഗ്ലൂക്കോസ് ഈസ് ആൻ ആൽഡോ ഹെക്സോസ്. അത് മീൻസ് എന്താണ്? ഒരു ആൽഡിഹൈഡുള്ള 6 കാർബണും ഉണ്ട്. ഹെക്സോസ് എന്ന് പറഞ്ഞാൽ തന്നെ 2, 3, 4, 5, 6 കാർബണും ഉണ്ട്, ഒരു ആൽഡിഹൈഡുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഈ സ്ട്രക്ചർ ആലോചിച്ചിട്ട് ഇത് വരയ്ക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? സ്ട്രക്ചർ പറയാൻ നിൽക്കുക. ഇപ്പോൾ ഇത് C6H12O6 ആണ് ഇതിൻ്റെ ഫോർമുല എന്നറിയാം. പിന്നെ ആരുമായിട്ട് ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് വെച്ചപ്പോൾ ഇത് എക്സൈന് കിട്ടിയോണ്ട് നമുക്ക് പറയാം അതെന്തുണ്ട്? 6 കാർബൺ ഉണ്ട് എന്ന് പറയാം. പിന്നെ നമ്മളെ പ്രത്യേകത എന്താണ്? ഓക്സൈമും
ഹൈഡ്രോക്സിലമൈനിൽ നിന്ന് ഓക്സൈം ഉണ്ടായി, അതേപോലെ തന്നെ ഹൈഡ്രജൻ സയനൈഡിൽ നിന്ന് എന്തുണ്ട്, സയനോ ഹൈഡ്രജൻ ഉണ്ടായി. അതിന് കാരണം എന്താണ്, അവിടെ കാർബോണിയൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രം അങ്ങനത്തെ റിയാക്ഷൻ നടന്നത്. പിന്നെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയ ബ്രോമിൻ വാട്ടറൊക്കെ എടുത്തപ്പോൾ അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു, ഗ്ലൂക്കോണിക് ആസിഡായി മാറി ടോപ്പിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിലെന്തുണ്ട്, ദിസ് ഇൻഡിക്കേറ്റ് ദ കാർബോണിൽ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ് ആണെന്ന്. പിന്നെ ഓക്സിഡേഷൻ വിത്ത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റായ നൈട്രിക് ആസിഡൊക്കെ എടുത്തപ്പോൾ 2 സ്ഥലത്ത് ഓക്സിഡേഷൻ സംഭവിച്ചു, അപ്പോൾ സാക്കറിക് ആസിഡ് ഉണ്ടായി. അപ്പോൾ അതിനർത്ഥം താഴെ പ്രൈമറി ആൽക്കഹോൾ ഉണ്ടെന്ന് തെളിവാണ്. പിന്നെ പെൻറ്റ അസറ്റേറ്റ് ഉണ്ടായതിൻ്റെ അർത്ഥം എന്താണ്, 5 OH ഉണ്ടായതുകൊണ്ടാണ് അത് ഫുള്ളും എന്തായത് അസറ്റേറ്റ് ആയി മാറിയത്, OH അങ്ങോട്ട് പോയിട്ട്. പിന്നെ നമ്മുടെ ഗ്ലൂക്കോസ് ആൽഡോ ഹെക്സോസ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ 6ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ 10 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, മടുക്കരുത്. 10 ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അടച്ച് വെച്ചോളി. എന്നിട്ട് പിന്നെ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടൊക്കെ അടുത്ത ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം വെച്ചിട്ട് ഈ വീഡിയോ കാണാതിരിക്കട്ടെ, അതിന് കുറച്ചും കൂടെ മുന്നേ കാണട്ടെ. മുന്നേ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോകാൻ പറ്റും. ലാസ്റ്റ് നിങ്ങൾ ഒന്നാകെ ടെൻഷൻ അടിച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാകുക. ഞാനിത് മുന്നേ അപ്ലോഡ് ചെയ്യും, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇതിന്ന് എത്തുന്നൊന്നും ഒരു ഉറപ്പില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ പറയണം. മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലാണ് എനിക്ക് ഇനി നെക്സ്റ്റ് വീഡിയോസൊക്കെ എന്ത് ചെയ്യാനല്ലോ, അപ്ലോഡ് ചെയ്യാനുള്ള കണ്ടില്ല. എത്ര ഉള്ളൂ കേട്ടോ, അപ്ലോഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്കും മടുക്കും, നിങ്ങൾക്കും മടുക്കും. കണ്ടില്ല, ഇത്രയും കൂടിയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആരും ഇപ്പം തന്നെ മടുത്തിട്ട് ഇറങ്ങിപ്പോണ്ട. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ സ്ട്രക്ചറൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഈ സ്ട്രക്ചറൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു, പിന്നെ ജസ്റ്റ് ഇത് പറഞ്ഞു, അത്രയൊക്കെ തന്നെ. പിന്നെ അടുത്തത് ആരാണ്, ഗ്ലൂക്കോസ് വാട്ടർ സോല്യൂബിൾ ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിൻ്റെ പോസിബിലിറ്റി ഉണ്ട്, ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് OH ഗ്രൂപ്പ്. അവിടെ OH ഗ്രൂപ്പ് വാട്ടർ സോല്യൂബിൾ ആണെന്ന് വെച്ചാൽ തന്നെ വാട്ടർ സോല്യൂബിൾ ആവണമെങ്കിൽ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് വരണം. അപ്പോൾ OH ഉള്ളതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് OH ഗ്രൂപ്പ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് ഈസ് വാട്ടർ സോല്യൂബിൾ. ഓക്കെ, അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 8, 9, 10 ആകെ 3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഇനി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്? നമ്മുടെ ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്, ഇത് ഓപ്പൺ സ്ട്രക്ചറാണ്, മനസ്സിലായില്ല? ഓപ്പൺ ചെയ്യുന്നല്ല, ഇത് വല്ല ക്ലോസ്ഡ് റിംഗ് ആണ്, റിംഗ് അല്ലല്ലോ, ഇത് ഓപ്പൺ അല്ലേ. ഈ സ്ട്രക്ചറിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ചില റിയാക്ഷൻസ് ഒന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഡി ഗ്ലൂക്കോസ് ഡസ് നോട്ട് അണ്ടർഗോ സർട്ടൺ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്. അതായത് നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ ടോപ്പിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആരാണ്, ആൽഡിഹൈഡാണ്. പക്ഷേ എന്ന് വെച്ചാൽ പോലും ആൽഡിഹൈഡ് തരുന്ന കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഷിഫ് റിയേജൻറ്റിൻ്റെ ടെസ്റ്റും അതേപോലെ തന്നെ ബോർഷ്യസ് റിയേജൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഈ ടെസ്റ്റൊക്കെ ആൽഡിഹൈഡ് തരുന്നതാണ്. അതേപോലെ തന്നെ NaHSO3 ഇതിൻ്റെ ഒന്നും ഇതെന്ത് തരുന്നില്ല, ആര് തരുന്നില്ല, ആൽഡിഹൈഡ് തരുന്നതാണ്. പക്ഷേ ഗ്ലൂക്കോസ് തരില്ല. ആൽഡിഹൈഡ് തന്നോട്ടെ, പക്ഷേ ഗ്ലൂക്കോസ് തരുന്നില്ല. ഷിഫ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കണമായിരിക്കാം, അതൊരു ഷിഫ് റിയേജൻ്റാണ്, കളർലെസ് ആയിട്ടുള്ള ഷിഫ് ഉണ്ടാവും. അപ്പോൾ ആൽഡിഹൈഡ് കീറ്റോണ് അതൊക്കെ ജസ്റ്റ് ഇത് 2 ഡ്രോപ്പൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ്ട് പിങ്ക് കളറാണ്ട് അപ്പിയർ ചെയ്യും, അതാണ് ഷിഫ്. അതേപോലെ തന്നെ ബോർഷ്യസ് ഉണ്ട്, ബോർഷ്യസ് ഒരു ഓറഞ്ച് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടും. ബോർഷ്യസ് ഒക്കെ റിയേജൻ്റാണ്. ഈ റിയേജൻ്റെ പേരൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ അത് ആര് തരുന്നതാണ്, ആൽഡിഹൈഡ് തരുന്നതാണ്. നിങ്ങൾ കെമിസ്ട്രി ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റാണ് ഷിഫും ആൽഡിഹൈഡ് എന്നൊക്കെ കണ്ടുപിടിക്കാനുണ്ടാകും. കോമ്പൗണ്ട് തന്നിട്ട് ആൽഡിഹൈഡിനെ കീറ്റോണിനൊക്കെ കണ്ടുപിടിക്കാനുണ്ടാകും. അപ്പോൾ നമ്മൾ നമുക്ക് ആദ്യം പെട്ടെന്ന് കണ്ടുപിടിക്കൽ ആരാണ്, ഷിഫൊക്കെ ഒഴിച്ചിട്ടാണ്. ഷിഫ് ഒഴിച്ച് കഴിഞ്ഞാൽ പിങ്ക് കളറാവും. അപ്പോൾ അങ്ങനെ തരുന്ന റിയാക്ഷൻസ് ഒന്നും ഗ്ലൂക്കോസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ തരും. BSc ഒക്കെ കെമിസ്ട്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനൊക്കെ കണ്ടുപിടിക്കാൻ തരും. പക്ഷേ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ് പോയിട്ട് ഷിഫ് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് കിട്ടില്ല. നമുക്ക് ആൽഡിഹൈഡിൻ്റെ ചെയ്യാം, പക്ഷേ ഗ്ലൂക്കോസിൽ ആൽഡിഹൈഡ് ഉണ്ടേനും പക്ഷേ കിട്ടൂല. അപ്പോൾ അതൊരു പോരായ്മയല്ലേ നമ്മുടെ ഓപ്പൺ സ്ട്രെയിൻ സ്ട്രക്ചറിൻ്റെ. അപ്പോൾ ഡസ് നോട്ട് അണ്ടർഗോ സർട്ടൺ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്. എക്സാമ്പിളാണ് ഷിഫ് ടെസ്റ്റ്, അതേപോലെ തന്നെ ബോർഷ്യസ് ടെസ്റ്റ് എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് NaHSO3. പിന്നെ അതേപോലെ തന്നെ ഗ്ലൂക്കോസ് പെൻറ്റ അസറ്റേറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ആബ്സെൻസ് ഓഫ് ഫ്രീ CHO ഗ്രൂപ്പ്സ്. നമ്മൾ നേരത്തെ ഗ്ലൂക്കോസ് പെൻറ്റ അസറ്റേറ്റ്
അസറ്റേറ്റ് ഉണ്ടാവുന്ന കാര്യം പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഇവിടെ ഗ്ലൂക്കോസ് പെൻറ്റ അസറ്റേറ്റ് ഉണ്ടായി. ഇതില്ലേ ഈ ഗ്ലൂക്കോസ് പെൻറ്റ അസറ്റേറ്റ് പിന്നെ ഹൈഡ്രോക്സിൽ അമൈൻ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണ്? അവിടെ ഒരു നമ്മൾ സി ഹൈഡ്രോക്സിലമൈന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു കാർബോണിയൽ ഗ്രൂപ്പ് വേണം. ഹൈഡ്രോക്സിലമൈനുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ആര് വേണം? കാർബോണിയൽ ഗ്രൂപ്പ് വേണം. അപ്പോൾ ഫസ്റ്റൊക്കെ റിയാക്ട് ചെയ്യും ഫ്രീ OH. കാരണം നമ്മുടെ ഈ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ ഇങ്ങനെ റിങ് അല്ല. ഇടയ്ക്ക് റിങ്ങിൽ ഈ ഓപ്പൺ അല്ല, ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണും, ഇടയ്ക്ക് ഇതൊരു ക്ലോസ്ഡ് റിങ് ആവുന്നുണ്ട്. ഒരു മാജിക് ഇവിടെ സംഭവിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇത് റിങ് ആയി നിൽക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ടൈമാണെങ്കിൽ ശരിയാണ്, ഫ്രീ ആയിട്ട് CHO ഉണ്ട്, കാർബോണിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? ഹൈഡ്രോക്സിലമൈൻ തരും. പക്ഷേ ഇത് ഗ്ലൂക്കോസ് പെൻറ്റ അസറ്റേറ്റ് ആകുമ്പോഴേക്കിനും റിങ് എന്ത് ചെയ്യും? ഓപ്പണൊക്കെ മാറി ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? നിങ്ങളിങ്ങനെ ക്ലോസ് ആയി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഫ്രീ ആയിട്ടുള്ള CHO ഉണ്ടാവില്ല. ഫ്രീ ആയിട്ടുള്ള CHO ഉണ്ടെങ്കിലാണ് അത് ഹൈഡ്രോക്സിലമൈൻ വെച്ചിട്ട് റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതില്ല. അപ്പോൾ അതെവിടെ പോണ്? നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ഓപ്പൺ സ്ട്രക്ചറാണ് പഠിച്ചെങ്കിൽ ഇവിടെ വേണ്ടതാണ്, ഇവിടെ എവിടെയും പോകാൻ പാടില്ല. പക്ഷേ ഇത് പോവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ സ്ട്രക്ചറിന് മാറ്റമുണ്ട് എന്ന് വെച്ചിട്ട് ഈ സ്ട്രക്ചർ ഗ്ലൂക്കോസിൻ്റെത് അല്ലാതാവുമോ? ഇല്ല. അപ്പോൾ അവിടെ ചെറിയ എന്തോ നടക്കുന്നുണ്ട്, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ സൈക്ലൈസേഷൻ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അടുത്തതിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്? ഈ റിയാക്ഷൻ നടക്കാത്തത്. അപ്പം അതിന് കാരണം എന്താണ്? ഗ്ലൂക്കോസ് പിന്നെ ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ഇൻ 2 ക്രിസ്റ്റലൈൻ ഫോംസ്. എന്തൊക്കെ? 2 തരത്തിലുള്ള ഫോംസ് ഉണ്ട് ഗ്ലൂക്കോസിന്. ആൽഫ ഡി ഗ്ലൂക്കോസും ഉണ്ട്, ബീറ്റ ഡി ഗ്ലൂക്കോസ് ഉണ്ട്. അത് കനോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ഓപ്പൺ സ്ട്രക്ചർ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. 2 സ്ട്രക്ചർ ഉണ്ട്, അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ആർക്കും ഓപ്പൺ സ്ട്രക്ചറിന്. അപ്പം നമുക്ക് മനസ്സിലായി ഇതിന് ഓപ്പൺ സ്ട്രക്ചർ മാത്രമല്ല ഉള്ളത്, ഒരു സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചറും കൂടി ഉണ്ട്. ആർക്കുണ്ട്? ഗ്ലൂക്കോസിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ 2 ഫോമാണ് കേട്ടോ. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസ്. ചെറിയൊരു വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഇവരെ ആൽഫയും ബീറ്റയും ഒക്കെ ആക്കി മാറ്റിയത്. അപ്പോൾ ഈ പ്ലസും ഇതൊക്കെ നിങ്ങൾ ഒപ്റ്റിക്കലി ആക്ടിവിറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് ലെഫ്റ്റിക്ക് റൊട്ടേറ്റ് ചെയ്യും, ലീവോ റൊട്ടേറ്ററി, റൈറ്റിക്ക് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. അതേപോലെ തന്നെ നിങ്ങൾ ഓർഗാനിക്കിൻ്റെ പാർട്ടിലും പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പഠിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള മാത്രം പറയാം. പിന്നെ ആ ചാപ്റ്ററൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളും പറയാം. ഞങ്ങൾക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. ഇനി അടുത്തത് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കേവലം ഈ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ മാത്രമല്ല നമ്മുടെ ആർക്കുള്ള ഗ്ലൂക്കോസിനുള്ളത്, അതിന് ചില സൈക്ലിക് സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ അതിന് സൈക്ലിക് സ്ട്രക്ചർ തന്നെ 2 തരത്തിലുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ആൽഫേനും ബീറ്റേന്നൊക്കെ പറയാൻ കാരണം. അല്ലെങ്കിൽ പിന്നെ നമുക്കതൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ആൽഫാൻ്റെയും ബീറ്റേൻ്റെയും വ്യത്യാസം നമുക്കറിയണ്ട. ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെയും ബീറ്റ ഡി ഗ്ലൂക്കോസിൻ്റെ വ്യത്യാസവും നമ്മളറിയണം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് വിചാരിക്കാം. എത്ര ഉണ്ട്? 1 2 3 4 5 6 കാർബണൊക്കെ ഉണ്ട്. ശരിയാണ്, 6 കാർബണൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെ ഫോം ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കണം. സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെ കാർബൺ തമ്മിൽ? 1ാമത്തെ കാർബൺ, പിന്നെ 5ാമത്തെ കാർബൺ ഇല്ലേ? 6 എണ്ണം ഉണ്ട്. അതിൽ 1ഉം 5ഉം തമ്മിൽ ഇവിടെ ഒരു റിങ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇവരൊന്ന് തമ്മിലൊന്ന് കണക്റ്റഡ് ആവുകയാണ്. കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഓ പോവും. കാരണം ഇവിടെ എന്ത് ചെയ്യും? 1 2 3 പിന്നെ ഇങ്ങോട്ട് വന്നാൽ 4 ആയാലും പിന്നെ ഡബിൾ ബോണ്ട് ഓൻ്റെ കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കണക്ഷൻ ഫോം ചെയ്യുന്നുണ്ട്, കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇങ്ങനെ വരയ്ക്കാം. ഈ ഡബിൾ ബോണ്ട് ഓ മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യാം? ഈ എച്ചും ഈ ഓൻ എങ്ങനെ എടുത്ത് വരച്ച എങ്ങനെ ആയാലും നിങ്ങൾ എങ്ങനെ നോക്കിയാലും വേണ്ടിയില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തുണ്ട്? എവിടെ? 5ാമത്തെ കാർബൺ ഇവിടെ. ഇതാണ് നമ്മുടെ 5ാമത്തെ സാധനം. ഇവിടെ ഒരു ഓക്സിജൻ,
ഈ ഒരു എച്ചിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ മതി എന്നറിയോ, നിങ്ങളിപ്പോൾ ഈ ഇവിടെ കൊടുത്താൽ മതി. ഇതെന്ത് ഈ എച്ചിനെ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഈ സ്ട്രക്ചർ ഇങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ എച്ചിനെ ഇവിടെ കൊണ്ടുപോയി OH ആക്കി. അപ്പോൾ ഇവിടെ OH ആയില്ലേ, ഇതിന് കളർ എടുക്കാം. നമ്മൾ ഈസിക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എച്ചില്ലേ ഇവിടെ ഉണ്ടായിരുന്ന എച്ച് കൊണ്ടുപോയിട്ട് ആരാക്കി ഇവിടെ OH ആക്കി. അപ്പോൾ പിന്നെ ഇവിടെ എത്ര ബോണ്ട് വരും, പിന്നെ ഈ ഇങ്ങനെ കണക്ഷനും വന്ന്. അപ്പോൾ 1 2 1 ഇവിടെ ആയി, 2 ഇവിടെ ആയി, 3 ഇവിടെ ആയി, പിന്നെ ഇവിടെ ഒരു ബോണ്ട് മതി. ഇനി ഇതൊരു വൃത്തി മെനക്കും വരച്ചതാണ് ഇതൊന്ന് വൃത്തി മെനക്കും വരച്ചതാണ് ഇങ്ങോട്ട്. ഈ OHനെ ഒന്ന് താഴ്ത്തിക്ക് വരച്ചു. ഈ എച്ച് ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഈ പോണതാണിത്. ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ എന്തുണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, 5നെ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആൽഫ ഡി ഗ്ലൂക്കോസ് വന്നത്. അപ്പോൾ ബീറ്റ ഡി ആകുമ്പോൾ എന്ത് വ്യത്യാസമുള്ളത്, ഇവരെ ഒന്ന് തിരിച്ച് വരച്ചാൽ മതി. ഈ OH ഇവിടെ അല്ലായിരുന്ന വലതുവശത്തുള്ളത് ഇവിടെ ഇടതിക്കാക്കി. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താ ചെയ്യുക, സെയിം. അപ്പോൾ ആ സൈക്ലിക് സ്ട്രക്ചറിന് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് സൈക്ലിക് ആയിട്ട് അതിൻ്റെ പൈറനോ സ്ട്രക്ചർ വേണ്ടേ. നമ്മൾ പൈറാൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നത്, ഒരു 6 മെമ്പേർഡാണ്. 1 2 2 3 4 5 6 6 മെമ്പേർഡ് റിങ്ങാണ്, ഒരു ഓക്സിജൻ ഉള്ള റിങ്. അതിനെയാണ് ഇപ്പോൾ 1 2 ഇതിനാണ് പൈറാൻ എന്ന് പറയുന്നത്. അപ്പോൾ പൈറനോ സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ സൈക്ലിക് ആയി കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടി ഇതാണ് അതിൻ്റെ സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ കുറച്ച് മെനക്കി വരയ്ക്കണ്ടേ, അതാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇതൊരു റിങ് ആക്കി വരച്ചിട്ട് ബാക്കിയൊക്കെ അവിടെ യോജിപ്പിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ സിംപ്ലി ആയിട്ട് എന്ത് ചെയ്യാം, ആ പൈറനോ സ്ട്രക്ചർ ഉണ്ട് വരയ്ക്കുക. ഒരു ഓക്സിജനും കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. ബീറ്റയ്ക്കായാലും ചുമ്മാ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ബാക്കി നമുക്ക് ഓർഡർ ഇത് കൊടുത്താൽ പോരെ. ഇത് നമുക്ക് 1 കൊടുക്കുക, 2 കൊടുത്ത്, 3 കൊടുത്ത്, 4 കൊടുത്ത്, 5 കൊടുത്ത്, 6ാമത്തെ കാർബൺ ഇതാ പുറത്ത്. ഈ CH2OH നമ്മൾ റിങ്ങിന് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് അതേപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് രണ്ടും വരയ്ക്കുമ്പോൾ വ്യത്യാസം കൊടുക്കേണ്ട ആരെയാണ്, ഇത് 1ാമത്തേൽ മാത്രമാണ്. ഇവർ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, അതേപോലെ തന്നെയാണ്. ഞാൻ 1 2 3 4 5 6 ഓക്കെ. അപ്പം ഇനി കൃത്യമായിട്ട് നോക്കി വയ്ക്കുക എങ്ങനെയൊക്കെയാണുള്ളതെന്ന്. ഇപ്പോൾ ഫസ്റ്റ് കാർബണിൽ ഇതിൽ ആൽഫയിലാണ് നമ്മുടെ ഫസ്റ്റ് എച്ച്. ആൽഫയിൽ എച്ച് ആട്ടോ ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ബീറ്റയിൽ എച്ച് താഴെ ആയിരിക്കും. അപ്പോൾ ആൽഫയിൽ എച്ച് ഇവിടെ എച്ചാണ് ടോപ്പിൽ, അപ്പോൾ OH താഴെ. ഇത് 2ാമത്തേൽ എച്ചാണ് ടോപ്പിൽ, OH താഴെ കുറേ. പിന്നെ അടുത്തതിൽ OH മുകളിലും എച്ച് താഴെയാണ്. പിന്നെ അതായത് നിങ്ങൾ ഇങ്ങനെ നോക്കി OH ഇതിൽ എച്ച് മുകളിൽ, ഇതിൽ OH താഴെ, എച്ച് മുകളിൽ OH താഴെ. പിന്നെ 1 2ലും അടുത്തടുത്ത് എച്ച് മുകളിലാണ്. പിന്നെ ഇവിടെ OH മുകളിൽ. പിന്നെ ഇതിൽ കണ്ടില്ലേ CH2OH എപ്പോഴും മുകളിൽ തന്നെയാണ്. ഇവിടെ ആയാലും CH2OH എന്തായാലും എപ്പോഴും മുകളിൽ തന്നെയാണ്. 5ാമത്തേന്ന് 6ക്ക് കേട്ടോ. ഇവിടെ മാത്രം വ്യത്യാസമുള്ളൂ. ഈ ബീറ്റയിൽ കണ്ടില്ലേ ഇവർ തമ്മിൽ ഒരുപോലെയാണോ, അല്ല. കാരണം എന്താണ്, ഇത് തിരിഞ്ഞതോടെ ഇത് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ഒരു സ്ട്രക്ചർ പഠിച്ചാൽ മതി. എന്നിട്ട് അടുത്തതിൽ ഇത് മാറ്റി അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. 2 സ്ട്രക്ചറും കൂടി കുത്തിയിരുന്ന് പഠിച്ചിട്ട് തിരിഞ്ഞു പോകണ്ട. ഇത് മാത്രം പഠിച്ചാൽ മതി. ആൽഫ പഠിച്ചിട്ട് ബീറ്റയ്ക്ക് ആക്കിയാൽ മതി. ആൽഫ മാത്രം പഠിക്കാൻ നോക്കുക. ആൽഫ പഠിക്കുമ്പോൾ എന്താണ്, ഇത് രണ്ടും ഓപ്പോസിറ്റ് എന്തായാലും ഒരുപോലെയാണ്. പിന്നെ എന്ത് ചെയ്യാണ്, ഇതെന്തായാലും മുകളിൽ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ ആയിരിക്കും എച്ച് വരിക. ഇത് CH2OH മുകളിൽ വരുന്നതുകൊണ്ട് എച്ച് സ്വാഭാവികമായിട്ടും താഴെ ആയിരിക്കും വരിക. ഇവിടെ എച്ച് മുകളിൽ വന്നുകൊണ്ട് OH താഴെയാണ് വരിക. ഇത് ഒരേപോലെയാണ് എച്ച് മുകളിൽ വന്നുകൊണ്ട് OH താഴെയും വരിക. പിന്നെ ഇത് രണ്ടും മാത്രമേ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചോളൂ. കുറേയൊക്കെ പറഞ്ഞു തന്നില്ലേ. ഇവിടെ എച്ചും അയൽവാസികൾ തമ്മിൽ എന്താണ്, ഒരേപോലെയാണ്. പിന്നെ 3ാമത്തെ അയൽവാസി കുറച്ച് വിട്ടിട്ടാണ്, അയാൾക്ക് ഒരുമയില്ല, അതുകൊണ്ട് തല തിരിഞ്ഞു നിന്നു. ഓക്കെ,
ഇവർ രണ്ടാളും ഫ്രണ്ട്സാണ്. ഇവർ അത്ര കൊള്ളൂല, അതുകൊണ്ട് തല ഇരിഞ്ഞതാണ്. അപ്പം പിന്നെ ബാക്കി ഒരേപോലെയാണ്. ഓക്കെ, കറക്റ്റ് ആയില്ലേ? ഈ മൂന്നാമത്തെ ആൾ മാത്രമാണ് ഒന്നിനോട് ഒക്കാത്തത്. ബാക്കി 1, 2, 4 ഒക്കെ ഒരേപോലെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതായി. ഇനി ഒരു സാധനം കൂടിയുണ്ട്. ഇവരെ നമ്മൾ ആനോമേഴ്സ് എന്ന് പറയുന്നു. വാട്ട് ഈസ് ആനോമേഴ്സ്? എന്താണ് ആനോമേഴ്സ്? നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ തമ്മിൽ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ആ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്, ആ ഡിഫറൻസിനെയാണ് ശരിക്കും ആനോമേഴ്സ് എന്ന് പറഞ്ഞത്. ഇതാ ഈ ഡിഫറൻസല്ലേ ഇവർ തമ്മിലുള്ളത്. OHും OHും Hും ഈ C1 കാർബണിലുള്ള ഡിഫറൻസ് അല്ലേ ഉള്ളൂ. ഈ ഡിഫറൻസിനെ പറഞ്ഞ പേരാണ് ആനോമേഴ്സ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. കണക്റ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. വാട്ട് ആർ ആനോമേഴ്സ്? ഗീവ് എക്സാമ്പിൾ ഫോർ ഇറ്റ്. എക്സാമ്പിൾ നമ്മൾ ടെൻഷൻ അടിക്കണം വേണ്ട. ഇതാ ഇതുവരെ തന്നെ പോരെ. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസ് തന്നെയാണ് എക്സാമ്പിൾ. C1ലാണ് ഈ വ്യത്യാസം വരുന്നത്. OH. അപ്പോൾ ഇവിടെ വരൂ. ആനോമേഴ്സ് ആർ എ പെയർ ഓഫ് സ്റ്റീരിയോ ഐസോമർ. ഒരു തരത്തിലുള്ള സ്റ്റീരിയോ ഐസോമേഴ്സാണ്. സ്റ്റീരിയോ ഐസോമേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതും പഠിക്കാനുള്ള തന്നെയാണ് നിങ്ങൾക്ക്. എന്താണ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം. സെയിം സ്ട്രക്ചർ, സെയിം ആൾക്കാർ തന്നെയാണ്, ഒക്കെ ആയിട്ടുള്ള സെയിം ആൾക്കാർ തന്നെയുള്ളത്. അതുകൊണ്ട് ഒരു ഐസോമേഴ്സാണ്. പക്ഷേ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ മാത്രം എന്ത് ചെയ്യുക, OHനുള്ള ഡിഫറൻസ്. അതുകൊണ്ടാണ് അവർ സ്റ്റീരിയോ ഐസോമർ ആയത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റീരിയോ ഐസോമറിൽ ആനോമേഴ്സ് ആർ എ പെയർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് ഷുഗേഴ്സ് ദാറ്റ് ഡിഫർ ഇൻ കോൺഫിഗറേഷൻ അറ്റ് C1. C1ലെ കോൺഫിഗറേഷൻ മാത്രം, അതായത് ആനോമറിക് കാർബണിലെ C1 കോൺഫിഗറേഷൻ മാത്രം എന്തെങ്കിലും ഡിഫറൻ്റ് ആണ്. അതിനാണ് ആനോമേഴ്സ് എന്ന് പറഞ്ഞത്. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ആനോമേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലായില്ലേ? കണ്ടില്ലേ? C1ൽ മാത്രമുള്ള വ്യത്യാസം, അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ആനോമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിലുണ്ട് 10 ക്വസ്റ്റ്യനും കഴിഞ്ഞില്ലേ? ഇപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ടുണ്ടാവും. ഇനി ഒന്ന് പഠിച്ചിട്ട് വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്തോളി. അപ്പോൾ 10 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം കൂടി പറഞ്ഞാൽ ഇപ്പം തന്നെ മടുത്തിട്ട് നിങ്ങൾ നിർത്തിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ബയോമോളിക്യൂൾസ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ എന്നുള്ളൊരു ചാപ്റ്റർ എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. സിമ്പിളായിട്ട് ഇഷ്ടത്തോടെ പഠിച്ചാൽ ഭയങ്കര രസമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറഞ്ഞ്, മനസ്സിലായില്ലെങ്കിലും പറഞ്ഞോളി. നമുക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ മാറ്റാം. പിന്നെ സൗണ്ട്, മൈക്കൊന്നും യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് സൗണ്ട് ചിലപ്പം കുറവായിരിക്കും. ഇയർഫോൺ യൂസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ ശരി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നന്നായി പഠിക്കാം. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ വെറുതെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ചെയ്യണോ? എന്നാൽ പിന്നെ ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് ഇതേപോലെ കാണാം. ഓക്കെ, ബൈ.